എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ക്യുവാൻ ലീജിന്റെ വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. ലീജിന് ഉറങ്ങാനും സമ്മതിക്കുന്നില്ല. ലീജിന് കുറേ തവണ കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അവസാനം അവൻ കാര്യം പറയാൻ തയ്യാറാകുന്നു. റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണെന്ന് ക്യുവാൻ പറയുമ്പോൾ, ആരുടെ, നിന്റെയോ? എന്താ ലോയൽ ലിയാങ് നിന്നോട് വീണ്ടും കൺഫസ് ചെയ്തോ? ഈ ലോയൽ ലിയാങ്ങിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം കൊളീഗ്സ് ലീജിനോട് ചോദിച്ചത്. ഓൾറെഡി ഇതിനെക്കുറിച്ച് റൂമർ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കാര്യമല്ല പറയുന്നത്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യമാണ്. ഒരു പെൺകുട്ടി അവനോട് കൺഫസ് ചെയ്തു. പക്ഷെ അതിനുശേഷം ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത പോലെയാണ് അവൾ ആക്ട് ചെയ്യുന്നത്. അവൾ ഒരു മൂവ് എടുക്കുന്നില്ല. ഇങ്ങനൊരു കാര്യം സംഭവിക്കാത്ത പോലെയാണ് അവൾ പെരുമാറുന്നത്. ഇതെല്ലാം കേട്ട് ലീജൻ, നിന്റെ ഫ്രണ്ടിനോട് നീ പറ. ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് നിന്റെ ഫ്രണ്ടിന്റെ ബിഹേവിയർ കണ്ട് റിജക്റ്റഡ് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവളിങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ഒരാൾക്ക് റിജക്റ്റഡ് ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ലീജിനേക്കാളും മറ്റാർക്കും നന്നായിട്ട് അറിയാം. നീ ഒരു കാര്യം ചെയ്യൂ. ആ പെൺകുട്ടി അടുത്ത് പോയി നീയും അവളെ ലൈക്ക് ചെയ്യുന്ന കാര്യം കൺഫസ് ചെയ്യാൻ വേണ്ടി ലീജൻ പറയുന്നു. ഞാൻ എൻ്റെ കാര്യമല്ല പറയുന്നത്, എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യമാണ്. അതുമാത്രമല്ല, എൻ്റെ ഫ്രണ്ടിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, സ്റ്റൈലുണ്ട്. അവൻ്റെ ബോട്ടം ലൈൻ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയും അവൻ ചേസ് ചെയ്യില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ്ലി വേണ്ട, ഇൻഡയറക്റ്റ്ലി നീയും അവളെ ലൈക്ക് ചെയ്യുന്ന കാര്യം അവൾക്ക് ഹിന്റ് ചെയ്യാൻ വേണ്ടി ലീജൻ പറയുന്നു. ഈ ഐഡിയ ക്യുവാന് ഇഷ്ടാകുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ലീജൻ യാവുൻ്റെ അടുത്ത് വന്ന്, ക്യുവാൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി നമ്മൾ ഗിഫ്റ്റ് അറേഞ്ച് ചെയ്തില്ലേ, ആ ഗിഫ്റ്റ് എല്ലാം ഒരു കമ്പനിയിൽ നിന്ന് അറേഞ്ച് ചെയ്ത്. പക്ഷെ അവർ ഇപ്പോൾ എന്നെ കോൾ ചെയ്തു, എന്തോ മിക്സപ്പ് സംഭവിച്ചു എന്ന്. അവരുടെ എന്തോ കൺഫെഷൻ ഗിഫ്റ്റ് എല്ലാം മിസ്സിംഗ് ആണെന്ന്. ഇനി ആ കൺഫെഷൻ ബോക്സ് ക്യുവാനാണോ കിട്ടിയെന്ന് അവൻ ചോദിക്കുന്നു. അങ്ങനെ സംഭവിക്കാൻ ഒരു വഴിയുമില്ല. അല്ലെങ്കിൽ തന്നെ ബോസിന് കിട്ടിയത് കൺഫെഷൻ ബോക്സ് ആണെങ്കിൽ ബോസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടാകേണ്ട സമയം കഴിഞ്ഞു. ബോസിന്റെ ക്യാരക്ടർ അനുസരിച്ചാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൺഫെഷൻ ബോക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി തന്നെ തലകീഴായി വെച്ചേനെ. അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. അതിന്റെ അർത്ഥം ബോസിന്റെ ഗിഫ്റ്റ് ആ കൺഫെഷൻ ബോക്സ് ആയിരിക്കില്ലെന്ന് അവൾ പറയുന്നു. നെക്സ്റ്റ് സീനിൽ ക്യുവാൻ ഒരുപാട് ധൈര്യം സംഭരിച്ച് യാവുനെ ഓഫീസിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് യാവുനോട്, എൻ്റെ ബർത്ത്ഡേക്ക് നീ തന്ന ഗിഫ്റ്റും നിന്റെ തോട്ട്സും എല്ലാം ഞാൻ വായിച്ചു, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ ആൻസർ എന്താണെന്ന് ഇപ്പോൾ ഞാൻ പറയാൻ തയ്യാറല്ല. എനിക്ക് കുറച്ച് ആലോചിക്കണം. ഇവിടെ ക്യുവാൻ ഇൻഡയറക്റ്റ്ലി അവളോട് ഒരു പോസിറ്റീവ് സൈൻ കൊടുക്കുകയാണ്. യാവു ആകട്ടെ ഇത് കേട്ട് ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. ബോസ്, താങ്കൾ എന്നെ ഇന്ന് എന്തുമാത്രം ഹാപ്പി ആക്കിയെന്ന് താങ്കൾക്കറിയില്ല. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. താങ്കളെ എന്നും ഹാപ്പിയായും സാറ്റിസ്ഫൈ ആയും കീപ്പ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. യാവു പറയുന്ന കേട്ട് ക്യുവാൻ ആകട്ടെ മിസ്റ്റീരിയസ് ആയി സ്മൈൽ ചെയ്യുന്നുണ്ട്. ബോസ്, എൻ്റെ സാലറി എത്ര ഇൻക്രിമെൻ്റ് ആക്കാൻ വേണ്ടിയാണ് താങ്കൾ തയ്യാറായിരിക്കുന്നത്? 10%ഓ അതോ 20%ഓ അവൾ ചോദിക്കുന്നു. ഇത് കേട്ട് ക്യുവാൻ ദേഷ്യം വരുന്നു. താൻ ഇത്രയും വലിയ കാര്യം സംസാരിക്കുമ്പോൾ യാവുനാകട്ടെ സാലറി ഇൻക്രിമെന്റിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. കാരണം യാവു വന്ന ഗിഫ്റ്റിൽ തന്റെ സാലറി ഇൻക്രിമെന്റിനെ കുറിച്ചാണ് എഴുതിയിരുന്നത്. യാവു ക്യുവാനോട് കാര്യം ക്ലിയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ബൗര അവിടേക്ക് വരുന്നു, ഒരു കേസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ. ക്യുവാൻ ആകട്ടെ നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ രണ്ടുപേരെയും ഓഫീസിൽ നിന്ന് പുറത്താക്കുന്നു. യാവുനാകട്ടെ കാര്യമൊന്നും മനസ്സിലാകുന്നുമില്ല. സീറ്റിൽ വന്നിരുന്ന ശേഷം അവൾ ഇതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ബോസ് ഈ ഇടയായിട്ട് ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടാണ് പെരുമാറുന്നത്. ചിലപ്പോൾ ഒരുപാട് ഹാപ്പി, ചിലപ്പോൾ ഒരുപാട് ദേഷ്യം. കാര്യം എന്തായിരിക്കും? ബോസ് ഇപ്പോൾ എന്നോട് പറഞ്ഞു, ബോസിന് കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റിലെ എൻ്റെ തോട്ട്സിനെ കുറിച്ചും ഐഡിയാസിനെ കുറിച്ചും. അവളിങ്ങനെ ആലോചിക്കുമ്പോൾ അവൾക്കൊരു കാര്യം ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ആ ഗിഫ്റ്റ് മിക്സപ്പായ കാര്യം അവൾ ആലോചിക്കുന്നു, കൺഫെഷൻ ബോക്സിനെ കുറിച്ച്. ഇനി എൻ്റെ ഗിഫ്റ്റ് എങ്ങാനും ആ കൺഫെഷൻ ഗിഫ്റ്റുമായി മിക്സപ്പായി കാണുമോ എന്ന് അവൾ ആലോചിക്കുന്നു. അവൾ നേരെ ക്യുവാൻ്റെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ക്യുവാനോട്, ബോസ്, താങ്കളുടെ ബർത്ത്ഡേക്ക് ഞാൻ തന്ന ഗിഫ്റ്റ് താങ്കൾക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നു. ക്യുവാൻ സ്മൈൽ ചെയ്തുകൊണ്ട് ഇഷ്ടമായെന്ന് പറയുന്നു. ഞാൻ തന്ന നോട്ടോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ ഷൈ ആയിട്ട്, നോക്കൂ യാവു, ഞാൻ ഒരുപാട് റിസർവ്ഡ് പേഴ്സണാണ്. ഇതിനെക്കുറിച്ച് എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലെന്ന് അവൻ പറയുന്നു. എവിടെയോ എന്തോ കുഴപ്പമുണ്ടെന്ന് യാവന് മനസ്സിലാകുന്നുണ്ട്. ഇതറിയാൻ വേണ്ടി അവൾ നെക്സ്റ്റ് ഡേ ക്യുവാന വില്ലയിലേക്ക് വരുന്നു. ബാവുന് പകരമാണ് അവൾ വരുന്നത്. അവൾ അവിടെ ആ ഗിഫ്റ്റ് ബോക്സ് കാണുന്നുണ്ട്. ആ ബോക്സിനകത്ത് ആ നോട്ടിൽ ഐ ലവ് യു ആൻഡ് ഐ വോണ്ട് എ ബേബി വിത്ത് യു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് കണ്ട് അവൾ ഒരുപാട് ഷോക്കാകുന്നു.
ക്യുവാൻ ഇപ്പോഴും ആ ഗിഫ്റ്റ് വളരെ പ്രഷ്യസായി കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. യാവു എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ തന്നെ ക്യുവാന്റെ പേരൻസിന്റെ സൗണ്ട് അവൾ കേൾക്കുന്നു. അവളെ റൂമിലേക്ക് വരുന്നുണ്ടായിരുന്നു. ക്യുവാന്റെ സ്റ്റഡി റൂം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. അവൾ പെട്ടെന്ന് കർട്ടന്റെ ബാക്കിൽ ഒളിക്കുന്നു. പക്ഷെ മദർ വന്ന് കുറച്ച് കഴിഞ്ഞ് കർട്ടൻ മാറ്റുന്നു. യാവുനെ കണ്ട് മദർ ആകെ പേടിക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ ഇത്രയും വലിയ ബോക്സ് ഇരിക്കുന്ന കണ്ട് മദർ പിടിച്ചു വാങ്ങിക്കുന്നു. എന്നിട്ടത് ഓപ്പൺ ചെയ്യുന്നു. ആ നോട്ട് മദറും വായിക്കുന്നു. ഉടനെ തന്നെ മദർ ക്യുവാനെ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരെയും ഒരുമിച്ചിരുത്തുന്നു. ഈ സംഭവത്തെക്കുറിച്ച് മദർ അവരോട് ചോദിക്കാൻ തുടങ്ങുന്നു. യാവുനാകട്ടെ നന്നായിട്ട് പേടിയാകുന്നുണ്ട്. തനിക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അവൾ അവിടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. മദർ ക്യുവാനോട് ഈ കാര്യം ചോദിക്കുന്നു. ക്യുവാൻ വിചാരിക്കുന്നത് മദറിന് എല്ലാ കാര്യം മനസ്സിലായെന്നാണ്. അതുകൊണ്ട് അവൻ എല്ലാ കാര്യങ്ങളും മദറിനോട് പറയുന്നു. മദർ സത്യത്തിൽ യാവു ആണ് എന്നെ ചേസ് ചെയ്ത് പല പല അവസരങ്ങളിലായി ഇവളുടെ ഫീലിങ്സ് ചെറിയ രീതിയിൽ എന്നോട് കൺഫസ് ചെയ്യാൻ തുടങ്ങി. ഇവൾ എന്നെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. എനിക്ക് സുഖമില്ലാത്ത അവസരത്തിൽ എനിക്ക് വേണ്ടി സ്പെഷ്യലായി പൊറീജ് ഉണ്ടാക്കി. ലേറ്റ് നൈറ്റിൽ ഞാൻ ഡ്രൈവ് ചെയ്യാതിരിക്കാൻ എനിക്ക് വേണ്ടി ഡ്രൈവറിനെ ഹയർ ചെയ്തു. ഇങ്ങനെ ഒരുപാട് അവസരങ്ങളിൽ അവൾ എന്നെ കെയർ ചെയ്തിട്ടുണ്ട്. അവസാനം എൻ്റെ ബർത്ത്ഡേക്ക് അവൾ എനിക്കൊരു ഗിഫ്റ്റ് തന്നു. ഗിഫ്റ്റിൽ ഒരു നോട്ടുണ്ടായിരുന്നു. അവളുടെ ലവ് എന്നോട് കൺഫസ് ചെയ്ത്. അവളുടെ ഇത്രയും പെർസിസ്റ്റൻസ് കണ്ടപ്പോൾ ഞാനും ചെറുതായിട്ട് മൂവ് ആയെന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട് മദറും ഫാദറും ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. വാഷ്റൂമിന് വെളിയിലേക്ക് വരുമ്പോൾ മദർ അവളുടെ അടുത്തേക്ക് വന്ന് ആശീർവാദത്തെ പോലെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന വള അവളുടെ കയ്യിൽ ഇട്ടു കൊടുക്കുന്നു. യാവു വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും മദർ ആകട്ടെ കേൾക്കാൻ തയ്യാറാകുന്നില്ല. നെക്സ്റ്റ് സീനിൽ ക്യുവാൻ യാവുനെ കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. വണ്ടിയിലിരുന്ന യാവു ആകട്ടെ ആ വള എങ്ങനെയെങ്കിലും ഊരാൻ ശ്രമിക്കുകയാണ്. ക്യുവാൻ അവളോട് സത്യമായിട്ടും നിന്റെ കറേജ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നീ ഇതിനെക്കുറിച്ച് ഷൈ ആകിയോ വറി ചെയ്യേണ്ട ആവശ്യമില്ല. നീ പറഞ്ഞ കാര്യം ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. യാവു കാര്യങ്ങളെല്ലാം അവനോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ മനസ്സിൽ ബോസ് എന്നെ ലൈക്ക് ചെയ്യുന്ന കാര്യം ഇമ്പോസിബിൾ ആണ്. മിക്കവാറും ബോസ് എന്നെ പ്രാങ്ക് ചെയ്യായിരിക്കും. ബോസിന്റെ ബർത്ത്ഡേക്ക് ബൈ മിസ്റ്റേക്ക് ഞാൻ മിക്കവാറും ആ ഗിഫ്റ്റ് കൊടുത്തോണ്ട് അദ്ദേഹം എന്നോട് പകരം വീട്ടുകായിരിക്കും എന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. ബോസ് സത്യത്തിൽ ഒരബദ്ധം പറ്റി. താങ്കളുടെ ബർത്ത്ഡേ ഗിഫ്റ്റിലെ നോട്ടിൽ ഞാൻ എഴുതാൻ പറഞ്ഞത് എൻ്റെ സാലറി ഇൻക്രിമെൻ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. പക്ഷേ ആ ഗിഫ്റ്റിംഗ് കമ്പനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി. അവർ മിക്സപ്പ് ചെയ്തുകൊണ്ടാണ് താങ്കൾക്ക് ആ നോട്ട് കിട്ടിയത്. അതൊരിക്കലും എൻ്റെ ഭാഗത്തു നിന്നല്ലെന്ന് അവൾ പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ക്യുവാന്റെ ഫേസ് ആകട്ടെ ഇതുപോലെയാകുന്നു. നെക്സ്റ്റ് സീനിൽ ലീജൻ ഒരു ഗവൺമെൻറ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ചെൻസി ടാക്സിയിൽ കയറി പോകുന്നത് കാണുന്നു. ഡോങ്മിൻ അവളെ ഫോളോ ചെയ്യുന്ന കാര്യം അവൻ കാണുന്നുണ്ട്. ചെൻസിയെക്കുറിച്ച് ആലോചിച്ച് അവൻ ഒരുപാട് വറീഡാകുന്നു. അവൻ അവളെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അവളാകട്ടെ അവൻ്റെ കോളൊന്നും പിക്ക് ചെയ്യുന്നില്ല. സോ അവൻ യാവുനെ കോൾ ചെയ്യുന്നു. എന്നിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. തൻ്റെ സിസ്റ്ററിനെ കുറിച്ച് ആലോചിച്ച് അവൾ ആകെ വറീഡാകുന്നു. ക്യുവാൻ യാവുനെ കൂട്ടി ചെൻസിയുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ ലീജുൻ ചെൻസിയുടെ ബിൽഡിങ്ങിന് ക്ലോസ് ആയിരുന്നു. സോ അവൻ നേരെ അവിടേക്ക് പോകുന്നുണ്ട്. അവളുടെ ബിൽഡിങ്ങിലേക്ക് വരുന്നു. അതേസമയം ഡോങ്മിനെ ചെൻസി തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ ഫോഴ്സ് ചെയ്ത് അവളുടെ വീട്ടിലേക്ക് കയറുന്നു. എന്നിട്ട് അവളെ ഫോഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചെൻസി അവനെ ബീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ എന്നിട്ടും അവൾ എത്ര ഒപ്പോസ് ചെയ്തിട്ടും ഡോങ്മിൻ അവളെ ഫോഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കറക്റ്റ് സമയത്ത് ലീജൻ അവിടേക്ക് വരുന്നു. മറ്റു വഴിയൊന്നുമില്ലാതെ ആകുമ്പോൾ അവനെ എമർജൻസി അലാം ഓൺ ആക്കുന്നുണ്ട്. അലാം കേട്ട് ഡോങ്മിൻ ഡോർ തുറക്കുമ്പോൾ ലീജൻ അവനെ അടിക്കുന്നു. എന്നിട്ട് ഓടി വന്ന് ചെൻസി ഹഗ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഡോങ്മിനെ ലീജൻ നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഇത് വലിയ ഇഷ്യൂ ആക്കുന്നു ഡോങ്മിൻ. അവൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്നെ ഫിസിക്കലി അസോൾട്ട് ചെയ്തതിന് നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. ജുൻഹാൻ ലോ ഫേമിനെയും ഞാൻ നശിപ്പിക്കുമെന്ന് അവൻ പറയുന്നു. പക്ഷേ ചെൻസി ഇപ്പോൾ നടന്ന കാര്യങ്ങളുടെ റെക്കോർഡിംഗ് എല്ലാം അവനെ കാണിക്കുന്നു. അവിടെ ക്യാമറ ഉണ്ടായിരുന്നു. ഈ റെക്കോർഡിംഗ് വെളിയിൽ വന്നാൽ തൻ്റെ കരിയർ അതോടെ അവസാനിച്ചെന്ന് അവൻ അറിയാമായിരുന്നു. ഡോങ്മിന് എന്ത് ചെയ്യണമെന്നറിയില്ല. അവൻ്റെ കോട്ട് എറിഞ്ഞു കൊടുത്തിട്ട് അവനോട് ആ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ ലീജൻ പറയുന്നുണ്ട്. അതിനുശേഷം ചെൻസി ലീജനെ ഹഗ് ചെയ്യുന്നു. അവൾ ഒരുപാട് പേടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ യാവും ക്യുവാനും അവിടേക്ക് വരുന്നു. നെക്സ്റ്റ് സീനിൽ ചെൻസിയോട് സംസാരിച്ച ശേഷം ക്യുവാൻ യാവുനെ കൂട്ടി വീട്ടിലേക്ക് വരുന്നു.
അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് ഫുഡുമായിട്ട് അവൻ ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പ്രോൺസ് പീൽ ചെയ്ത് അവൾക്ക് കൊടുക്കുന്നു. ചെൻസിയെക്കുറിച്ച് ആലോചിച്ച് അവൾ വറീഡ് ആയിരിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. സോ അവൻ അവളോട് സംസാരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ യാവ് റിയലൈസ് ചെയ്യുന്നു ഒരുപാട് ലേറ്റായെന്ന്. അവൾ ക്യുവാനോട്, ബോസ് ഇപ്പോൾ ഒരുപാട് ലേറ്റായി, താങ്കളുടെ വീട് ഒരുപാട് ദൂരെയാണ്, താങ്കൾക്ക് നാളെ ഓഫീസിലും വരണം, സോ താങ്കൾ ഇപ്പോൾ പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് ക്യുവാന് നന്നായി ദേഷ്യം വരുന്നു. യാവു തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന പോലെയാണ് അവനെ ഫീൽ ചെയ്യുന്നത്. അവൻ ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നു. അതിനുശേഷം അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് സോപ്പൊക്കെ ഇട്ട് ആ വള ഊരുന്നുണ്ട് ക്യുവാന്റെ മദർ കൊടുത്ത്. കിടന്നുറങ്ങുമ്പോഴും അവൾ ക്യുവാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നു. ബോസ് സത്യത്തിൽ ആ നോട്ട് വായിച്ച ശേഷം ഈ കാര്യത്തിൽ സീരിയസ് ആകുകയായിരുന്നോ, അതോ എന്നെ പ്രാങ്ക് ചെയ്തയാണോ, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ കാര്യമെന്നൊന്നും അവൾക്ക് മനസ്സിലാകുന്നില്ല. ഇല്ല, ഞാൻ ഒരിക്കലും ബോസിനെ കുറിച്ച് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. ബോസ് എന്ന് പറയുന്നത് വളരെ ക്വാളിഫൈഡ് ആയ വളരെ വലിയ മനുഷ്യനാണ്. ഞാനാകട്ടെ വെറുമൊരു സബോർഡിനേറ്റ്. ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം നടക്കില്ല. സോ ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ലെന്നൊക്കെ അവൾ മനസ്സിൽ വിചാരിക്കുന്നു. അതേസമയം പാവ ക്യുവാനാകട്ടെ വീണ്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. ഇന്നലെ ഡോങ്മിനുമായി ഫൈറ്റ് ചെയ്ത കാരണം ലീജിന്റെ കാലിൽ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ക്യുവാൻ ഒരു വീൽ ചെയർ അവന് ഗിഫ്റ്റായിട്ട് അയക്കുന്നുണ്ട്. ഇത് കണ്ട് ലീജിന് നന്നായി ദേഷ്യം വരുന്നു. അപ്പോൾ വീണ്ടും കോളിംഗ് ബെൽ അടിക്കുന്നു. തുറന്നു നോക്കുമ്പോൾ ചെൻസി ആയിരുന്നു. ചെൻസിയെ കാണുമ്പോൾ ലീജിന് ദേഷ്യമെല്ലാം പമ്പ അടക്കുന്നുണ്ട്. അവൻ ഒരുപാട് ഹാപ്പി ആകുന്നു. ചെൻസിയുടെ സൈസിന് സ്ലിപ്പറും അവൻ്റെ വീട്ടിലുണ്ടായിരുന്നു. എന്നെങ്കിലും അവൾ തൻ്റെ വീട്ടിൽ വരുന്ന പ്രതീക്ഷിച്ചാണ് അവൻ വാങ്ങി വെച്ചിരുന്നത്. ചെൻസി ലീജിനോട് തന്നെ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് പറയുന്നു. നീ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാകില്ല. നീ ഈ ചെയ്തതിന് എങ്ങനെ റീപേ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് അവൾ പറയുന്നു. അവൾ ഈ പറയുന്നത് കേട്ട് അവൻ ഒരുപാട് സാഡ് ആകുന്നുണ്ട്. കാരണം ചെൻസി ഇപ്പോഴും തന്നെ ഒരു അന്യ ആളെ പോലെയാണ് കാണുന്ന പോലെയാണ് അവന് ഫീൽ ചെയ്യുന്നത്.